ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദ്യ പിതാവായ ആദാം പാപം ചെയ്ത മൂലം ദൈവ തേജസ് നഷ്ടപ്പെട്ട് മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ മരിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവാം ഗർഭം ധരിച്ച് ലോകരക്ഷകനായി പിറന്നു. ദൈവസ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ്. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ കഴിയുന്നവർക്ക്, പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക്, സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസിൽ കൊടുക്കാവുന്ന അമൂല്യമായ സമ്മാനം നാം അവർക്ക് തുണയായി ഉണ്ടാവുക എന്ന ആശംസയാണ്. യേശുവിന്റെ ജനന സമയത്ത് മാലാഖമാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് മതസൗഹാർദ്ദത്തിന്റെ തിരുനാൾ കൂടിയാണ്. നാനാജാതി മതസ്ഥരും നക്ഷത്രങ്ങൾ തൂക്കിയും കരോൾ ഗാനങ്ങൾ പാടിയും പുൽക്കൂടണിയിച്ചും ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയത്തേക്കാൾ വലിയവനെ മുൻനിർത്തിയുള്ള ആരാധനയുടെയും സ്തോത്രത്തിന്റെയും ലോകം എന്നിൽ രൂപപ്പെട്ടു തുടങ്ങിയത് ഒരു ക്രിസ്മസ് ദിനത്തിലാണ്. എനിക്ക് ക്രിസ്മസ് കാരുണ്യത്തിലേക്കുള്ള വഴിയും വാതിലുമാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ക്രിസ്മസ് കാലത്ത് മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വഴക്കും മാറ്റി നമുക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. ക്രിസ്മസ് എന്നത് ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു കൂട്ടായ്മയാണ്. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായ ക്രിസ്മസും 1000 പുത്തൻ പ്രതീക്ഷകളെ തൊട്ടുണർത്തിക്കൊണ്ട് വീണ്ടും ഒരു പുതുവർഷം കൂടി നമ്മെ ഓരോരുത്തരെയും തേടി വന്ന ഈ സുദിനമായ ആഘോഷവേളയിൽ എൻ്റെ എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു.